ജേഴ്സി ഇട്ട് നിരന്നു നിൽക്കുന്ന അർജന്റീനയുടെ ഫാൻസിനെ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇവിടുത്തെ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി വിഷ്ണു കുടുംബസമേതം തന്നെ ഈ കളി കാണുവാൻ വേണ്ടി, ഇതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ തയ്യാറെടുപ്പ് ഘടകമരെ? ഇപ്പോൾ ശരിക്കും അർജന്റീന ജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ തയ്യാറായി നിൽക്കുകയാണ്. വളരെ ഉഷാറായി ആലപ്പുഴയിൽ ഇന്നത്തെ രാത്രി ഒരു ആഘോഷരാവാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആലപ്പുഴ നഗരസഭയുടെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഇവിടെ ഒപ്പം ഉള്ളത്. ഇദ്ദേഹം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്പോർട്സ് ക്ലബിന്റെ ഭാരവാഹിയാണ്. ഇവരാണ് ഈ പറഞ്ഞ പരിണാമം സംഭവിച്ച സ്പെയിൻ ഫാൻസ് ആണ്. പരിണാമം സംഭവിച്ച ബ്രസീൽ പരിണാമം ഈജിപ്റ്റായി, പോർച്ചുഗലായി, ഇടയ്ക്ക് സ്വിറ്റ്സർലൻഡായി, പിന്നീട് കേപ്പ് വെർദയുടെ ആളായി. ഇന്നലെ ഇംഗ്ലണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടായിരുന്നു, ഇന്നിപ്പോ സ്പെയിനായിട്ട് വന്നിരിക്കുകയാണ്. അല്ല, അങ്ങനെയില്ല. ഞങ്ങൾ നല്ല ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരാണ്. അർജന്റീനയുടെ ആവേശവും കഴിഞ്ഞ കളിയിലെ മികവും ഒക്കെ വളരെ ഇഷ്ടമാണ്. എന്നാലും ഞങ്ങൾ വർഷങ്ങളായി ആ ബ്രസീലിൻ്റെ ഒരു താളമുണ്ടല്ലോ, അതിനെ ഇഷ്ടപ്പെട്ടു പോരുന്നുണ്ട്. ആ പ്രതാപകാലത്തെ ഇപ്പോഴും മനസ്സിലെത്തിക്കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ബ്രസീലിനോടുള്ള ഒരു ഇഷ്ടം. ആ ബ്രസീൽ തോറ്റുള്ള വിഷമമുണ്ട്. ഉറപ്പായിട്ട് എത്തുമെന്നാണ് വിചാരിക്കും. പക്ഷെ ഞാൻ സ്പെയിൻ്റെ ഫാനല്ല, ഞാൻ അങ്ങനെ വിചാരിക്കണം. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ പോലെ അർജന്റീനയുമായിട്ട് മാത്രമല്ല, എൻ്റെ മകൻ അർജന്റീന എന്ന് പറഞ്ഞ് എന്താ പറയാ, ഞാൻ പലപ്പോഴും അതായത് കുഞ്ഞു കുട്ടികളടക്കമുള്ള നിരവധിയായിട്ടുള്ള ആളുകളാണ് എത്തിയിരിക്കുന്നത്. നമുക്കിനി അർജന്റീനയുടെ യഥാർത്ഥ ഫാൻസ് എന്നോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് ഈ കളി പിടിക്കുവോ? പിന്നെ നമ്മൾ മെസ്സിയുടെ മാജിക് കാണാൻ വേണ്ടി തന്നെ നമ്മൾ വന്നിരിക്കുന്നത്. മെസ്സി ഗോൾ അടിച്ച് ജയിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ ഈ സ്പെയിൻ നല്ല ടീമല്ലേ, ശക്തമായ ടീമാണ്. പക്ഷേ നമുക്ക് ഒരേയൊന്നും ഒരു പേടിയില്ല. നമ്മൾ ഉറപ്പായിട്ട് കപ്പെടുക്കും. മെസ്സി രണ്ടാമത്തെ തവണ വേൾഡ് കപ്പ് തൂക്കാൻ പോയത്. നിങ്ങൾ ഈ അർജന്റീന ടീംസിനെതിരായിട്ട് ചില അപവാദങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ടല്ലോ, റഫറിനെ സ്വാധീനിച്ചതൊക്കെ. അതൊക്കെ അങ്ങനെ പറയാനല്ലോ, ഹേറ്റേഴ്സിന് എന്തുവേലും പറയാമല്ലോ. ഇപ്പൊ പറഞ്ഞ പോലെ ബ്രസീൽ ഫാൻസ് പല ഫാൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഉന്നയിച്ച് പറയും. ഇപ്പൊ കപ്പ് കിട്ടുമ്പോഴും അത് തന്നെ അവർ പറയാൻ പോകുന്നത്. കരച്ചിൽ തുടരും. ഈ സ്പെയിൻ നല്ലൊരു ടീമാണെന്ന് മാത്രമല്ല, അവർ 37ഓളം കളികൾ വിജയിച്ച് കയറി വന്ന ആളുകളാണ്. മാത്രമല്ല യങ്സ്റ്റേഴ്സ് ആണ് കൂടുതലും ആ ടീമിലുള്ളത്. അതെ, എനിക്ക് തോന്നുന്നു ആക്ച്വലി അവർ ഒരു ഗോൾ അങ്ങോട്ട് വഴങ്ങിയിട്ടുള്ളൂ. നല്ല ടൈറ്റ് ടീമാണ് ആക്ച്വലി. കൂടുതൽ ബോൾ പൊസിഷൻ കളിക്കുന്ന ഒരു ടീമാണ്. അർജന്റീനയ്ക്ക് അത്ര എളുപ്പം ആയിരിക്കില്ല. മേ ബി രണ്ട് സ്റ്റൈലിൽ കളിക്കുന്ന ടീമാണ് ഫൈനൽ വന്നത്. അപ്പോൾ അതൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്. ഈ ഫോർവേഡിനായിരിക്കും അല്ലെങ്കിൽ പ്രതിരോധ നിരയിലായിരിക്കും കൂടുതലായിട്ടും അർജന്റീന ടീം ഈ ഒരു കളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും? എന്താണ് നിങ്ങളുടെ ഒരു വിലയിരുത്തല്? ഫോർവേഡ് തന്നെയായിരിക്കും, ആക്രമണമായിട്ടുള്ള കളിയായിരിക്കും. ഏതായാലും ഈ അർജന്റീന എന്ന് പറയുമ്പോൾ നമുക്കൊരു വാമോസ് അർജന്റീന എന്നൊക്കെ പറയണ്ട. അപ്പൊ ഒന്ന് ഒരുമിച്ച് എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞ. അപ്പോൾ ആനന്ദ്, ഏതായാലും ഇത്തരത്തിലാണ് ആലപ്പുഴ ബീച്ചിൽ നിന്നുള്ള ഒരു ആവേശം എന്ന് നമുക്കറിയാവുന്നതാണ്. ഈ ബീച്ചിലേക്ക് ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പോൾ കുടുംബത്തോടൊക്കെ ഒപ്പമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫാമിലി ആയിട്ടാണോ വന്നത്? അത് ഈ സൈഡിലൊക്കെ ഒരുപാട് ഫാമിലി ആയിട്ടും മറ്റും ആളുകൾ വന്നിട്ടുണ്ട്. ഈ സുരക്ഷയ്ക്കും മറ്റുമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. സ്ത്രീകളടക്കം കുട്ടികളടക്കം നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കൃത്യം ഈ കളി തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് തന്നെയായിട്ട് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ ഇവിടെ എത്തുകയും നമുക്ക് കാണാവുന്നതാണ്. എനിക്ക് പിന്നിലായിട്ട് ഈ സജ്ജീകരിച്ചിരിക്കുന്ന ഈ സ്റ്റേജിലും അവിടെ എത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതിന് ശേഷമായിരിക്കും ഇവിടെ ലൈവ് സ്ട്രീമിംഗ് എല്ലാം നടക്കുക.